ഹേ ഗെയ്സ്, അപ്പം വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ SKB Mix. അപ്പം നമ്മൾ വന്നിരിക്കുന്നു 5 മാസത്തിന് ശേഷം പുതിയൊരു അടിപൊളി ഒരു വാട്സപ്പ് കൊണ്ട്. അപ്പം 200ാമത്തെ വാട്സപ്പാണ് നമ്മളപ്പം ഇന്ന് ഇറക്കുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. ഒരു ഗീവ് അവേ ഉണ്ട്, സെറ്റ് ഉണ്ട്, നമ്പർ ഗീവ് അവേ ഉണ്ട്, ഫോളോസ് ഗീവ് അവേ ഉണ്ട്, എല്ലാം ഉണ്ട്, സെറ്റാണ് ഗെയ്സ്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. വാട്സപ്പ് കുറേ നാൾക്ക് ശേഷം വരുന്നതാണ്. മാറ്റങ്ങൾ, അതുപോലെ തന്നെ പ്രൈവസി കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് നമ്മൾ വാട്സപ്പ് എടുക്കുന്നത് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം മച്ചന്മാരെ, എന്നത്തെ പോലെ തന്നെ നിങ്ങൾ ആ ലൈക്ക് അടിച്ചാലാണ് നമുക്ക് ഇനിയും വീഡിയോ ഇടാനൊരു ഉന്മേഷം കിട്ടത്തുള്ളൂ ഗെയ്സ്. എല്ലാവരും ഒന്ന് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിക്കുവാൻ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടോ ഇല്ലെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ GB ഉപയോഗിക്കുന്ന കൂട്ടുകാർക്കെല്ലാം മാക്സിമം ഷെയർ ചെയ്തോ ഗെയ്സ്. അപ്പം നേരെ നമുക്ക് വാട്സപ്പ് നോക്കാൻ പോയേക്കാം. അപ്പോൾ ഗെയ്സ് ഇതാണ് നമ്മുടെ വാട്സപ്പ് വരുന്നത്. അടിപൊളി ഒരു വാട്സപ്പാണ്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. അപ്പോൾ ഫസ്റ്റ് താഴെ ഗ്രൂപ്പും ചാറ്റും ഒക്കെ സെപ്പറേറ്റ് ആണ്. അപ്പം ചാറ്റും ഗ്രൂപ്പും എല്ലാം സെപ്പറേറ്റ് ആണ്. മണ്ടയ്ക്ക് വെക്കുവാണെങ്കിൽ അടക്കൊണ്ട് കിട്ടുന്നുണ്ട്, ഒരു നമ്മുടെ ടൈമിങ്ങിൻ്റെ അലാറം, മറ്റേ എയറോപ്ലെയിൻ മോഡ് കിട്ടുന്നുണ്ട്, പിന്നെ നമ്മുടെ ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡ് അത് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നോക്കണം. ഇത് ഫുൾ വൈറ്റ് കളറാണ്. അപ്പം എനിക്കെന്തായാലും ഒരു ഡാർക്ക് മോഡാണ് ഇഷ്ടപ്പെട്ട തീം, അതുകൊണ്ട് തന്നെ ഞാൻ ഡാർക്ക് മോഡ് യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഗോസ്റ്റ് മോഡുണ്ട്, പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ QR കോഡ്, പ്രൊഫൈൽ. ഓക്കെ, ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വാട്സപ്പിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മുടെ എന്താണ് ഒരു ചാറ്റും ഒക്കെ. ആ ചാറ്റിൻ്റെ അകത്ത് തന്നെ നമുക്ക് വോയിസ് നോട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ വോയിസ് നോട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗീസ് നമുക്ക് സാധ്യ ഓഡിയോ ഇട്ട് അയക്കാം. പണ്ടത്തെ ഐറ്റങ്ങളെല്ലാം പിന്നെയും തിരിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ ഒരു പോപ്പപ്പ് ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ SKBയുടെ ഇത് ലൈക്കിൻ്റെ തമ്പ് ലൈന്, പിന്നെ ഒരു ഹാർട്ട്, ഇതെല്ലാം കിട്ടുന്നതാണ്. നമ്മുടെ അടിപൊളി ഒരു സൈഡ് ബാറാണ്. ഞാൻ നെറ്റ് ഓഫ് ആക്കിയിട്ടേക്കുന്നത്, കാരണം കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് തന്നെ ഞാൻ നെറ്റ് ഓഫ് ആക്കിയിട്ടേക്കാണ് ഗെയ്സ്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പം മിലിറ്ററിയുടെ എയുടെ ഫോർ സെർച്ചിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി കോൾസ്, അത് അങ്ങനത്തെ ഐറ്റങ്ങളെല്ലാം ഉണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ 3 ഡോട്ട് ജസ്റ്റ് നോക്കുമ്പോൾ SKB അപ്ഡേറ്റ്, SKB സെറ്റിങ്സ്, റീസ്റ്റാർട്ടൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് SKB വാട്സപ്പ് സെറ്റിങ്സ് ഒന്ന് നോക്കിക്കളയാം ഗെയ്സ്. അപ്പം ലൈക്ക് അടിക്കാൻ മറന്നു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ജസ്റ്റ് ലൈക്ക് അടിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ഗെയ്സ്. ബാക്കാണ് SKB. ഇനി തുടർച്ചയായിട്ട് നമ്മുടെ വാട്സപ്പുകൾ ഉണ്ടായിരിക്കും. ഫുൾ സെക്യൂരിറ്റി വാട്സപ്പാണ്. അപ്പോൾ ഗെയ്സ് നമുക്ക് വാട്സപ്പ് ആദ്യം തന്നെ എങ്ങനെയാണ് എടുക്കുന്നതെന്നൊന്ന് നോക്കണ്ടേ. അപ്പം ജസ്റ്റ് വാട്സപ്പിൻ്റെ ബാക്കി ഫീച്ചേഴ്സുകൾ, അടിപൊളി ഫീച്ചേഴ്സുകൾ കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ജസ്റ്റ് വാട്സപ്പ് എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിലോട്ട് കൊണ്ടുവരുന്നതെന്ന് അറിയാം. അപ്പം ഫസ്റ്റ് വൺ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു താഴെയായിട്ട് ഒരു കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഡൗൺലോഡിൻ്റെ അകത്ത് നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീഡിയ ഫയർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ആ വാട്സപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇതുകൊണ്ട് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. അതിനകത്ത് ജസ്റ്റ് എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. ഞാൻ നെറ്റ്വർക്ക് ഓഫാണ്, ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിക്കോട്ടെ. അപ്പോൾ കേസ് ഞാൻ നെറ്റ്വർക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എഗ്രി ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ അകത്തോട്ട് കയറും. അകത്തോട്ട് വരുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ലിങ്ക് ഡിവൈസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു QR കോഡ് വരുന്നേക്ക്. ജസ്റ്റ് ആ QR കോഡ് നിങ്ങളുടെ OG വാട്സപ്പിൻ്റെ അകത്ത് കൊണ്ട് സ്കാൻ ചെയ്താൽ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ഒരു OG വാട്സപ്പിൻ്റെ അകത്ത് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. OG വാട്സപ്പിൻ്റെ അകത്ത് നമ്മുടെ ലിങ്ക് ഡിവൈസിൻ്റെ അവിടെ സ്കാനിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആ ലിങ്ക് നമ്മുടെ ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. നിങ്ങളുടെ ചാറ്റ് ഫുള്ള് എല്ലാം ഒന്നും പോകാതെ തന്നെ നമ്മുടെ മോഡ് വാട്സപ്പിലോട്ട് മാറുന്ന SKB വാട്സപ്പിലോട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് OG വാട്സപ്പ് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ലിങ്ക് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ എടുക്കുക ഫസ്റ്റ് വൺ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ SKBയുടെ വാട്സപ്പ് എടുത്ത് QR കോഡ് വരും. അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഫോൺ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് ചാറ്റ് ഫുള്ളും ഇതിലോട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് എന്തെങ്കിലും QR കോഡ് സ്കാൻ ആവാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതിൻ്റെ ഫിക്സഡ് മെത്തേഡ് എനിക്കറിയാതുകൊണ്ടാണ്. ജസ്റ്റ് SKB സെറ്റിങ്സ് നോക്കുമ്പോൾ തന്നെ SKBയുടെ സെറ്റിങ്സ് നോക്കുമ്പോൾ തന്നെ എന്താണ്. അപ്പോൾ ഗെയ്സ് കുറേ നാളെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഏകദേശം 5 മാസമായില്ലേ, 5 ഒരു 3 മാസത്തിൻ്റെ സംതിങ് ഉണ്ടായി വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ പറയാനൊരു ഇത് കിട്ടുന്നില്ല, ഫ്ലോ കിട്ടുന്നില്ല. അപ്പോൾ അപ്പോൾ കേസ് നമുക്ക് വേണ്ട ഇതുപോലെ തന്നെ SKBയുടെ വാട്സപ്പ് ഫസ്റ്റ് വൺ 200 X200 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മീഡിയ ഫെയറിന് നമ്മുടെ ലിങ്കുകളാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ജസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിലോട്ട് മെസ്സേജ് അയക്കുന്നത്, എനിക്ക് മെസ്സേജ് അയച്ചത് ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഗ്രൂപ്പ്, ടെലിഗ്രാം ഒക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വേണ്ടവർ ജസ്റ്റ് കയറുക. പിന്നെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിക്ക് അത് കുറേ ഐറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്രീ/സ്ക്രീൻ, 1 ക്ലിക്ക്, ആൻറ്റി 1 ക്ലിക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ക്ലിക്കൊക്കെ എത്ര വേണമെങ്കിലും ഓപ്പൺ ആക്കാം. കാര്യം അത് കേട്ട് തന്നെ പറയുകയാണ്, 1 ക്ലിക്കൊക്കെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് അടിക്കരുത്, ഫുള്ളായിട്ട് കാണാൻ എല്ലാവരും മറക്കരുത്.
കാരണം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇതിനകത്ത് കുറേ ഐറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് നമുക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എടുത്ത് തന്നെ തീംസാണ്. തീംസ് ഓക്കെ, തീംസിൻ്റെ ഇവിടെ തന്നെ നമ്മുടെ ഇത് വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് വൺ ഇതൊരു നമ്മുടെ DHൻ്റെ ഒരു ബേസ് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ഫോർ DH വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ അൾട്രാ ഫീച്ചേഴ്സിൻ്റെ അകത്ത് നോക്കി എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. അപ്പോൾ റീസ്റ്റാർട്ട് കിടപ്പുണ്ട്, ആൻറ്റി ഇമ്മ്യൂൺ ഫീച്ചേഴ്സ് ആഡാക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴത്തെ കാലത്ത് ആരും ഉപയോഗിക്കത്തില്ലെന്ന് അറിയാം, ചുമ്മാ ഇതിൻ്റെ അകത്ത് പഴയ ബേസ് എടുത്ത് ആഡാക്കിയാണ്, വേറൊന്നുമില്ല. ഇമേജ് ഇമ്മ്യൂൺ കൊടുത്തിട്ടുണ്ട്, ഡോൺ ഷോ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, വെബ് ഇമ്മ്യൂൺ കൊടുത്തിട്ടുണ്ട്, മെൻഷൻ ഇത് കിടപ്പുണ്ട്, കോൺടാക്ട് ഇമ്മ്യൂൺ കിടപ്പുണ്ട്, ആൻറ്റി ഹോം ലാഗ്. ഞാൻ ചുമ്മാ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേസ്. ഈ കാലത്ത് ഇതൊന്നും ആരും ഉപയോഗിക്കത്തില്ലെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. ജസ്റ്റ് എന്നാലും കുഴപ്പമില്ല, ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നോക്കുക ജസ്റ്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മോർ ഫീച്ചേഴ്സ് ഒന്ന് നോക്കിയാലോ മുത്തുമണികളെ. അപ്പോൾ മോർ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ജസ്റ്റ് അതിൻ്റെ അകത്ത് എന്തുവാണ്, ഫസ്റ്റ് വൺ ഫേക്ക് ഇമ്മ്യൂൺ ആണ്, ഫേക്ക് അഡ്മിൻ ആണ് വരുന്നത്. ഫേക്ക് അഡ്മിൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയായിരിക്കും. ചുമ്മാ ജസ്റ്റ് എല്ലാ ഗ്രൂപ്പുകളിലും നോക്കിയാലും ഫേക്ക് അഡ്മിനായിട്ട് നിങ്ങൾ അഡ്മിനായിട്ട് കാണിക്കുക, അതാണ് ഫേക്ക് അഡ്മിൻ വരുന്നത്. ഓക്കെ, ജസ്റ്റ് അത് കഴിഞ്ഞ് വരുന്നത് ഓട്ടോ ഫോർവേഡാണ്. ഓട്ടോ ഫോർവേഡ് കാണിക്കുന്നതിൻ്റെയാണ്. പിന്നെ iOS ഇമ്മ്യൂൺ ടെസ്റ്റ് വരുന്നുണ്ട്. വേരിഫൈറ്റിക്ക് ഉണ്ടെന്നറിയാലോ, ഏത് ചേറ്റ് എടുത്താലും നിങ്ങളുടെ പേരെടുത്താലും എല്ലാത്തിനും വേരിഫൈറ്റിക്ക് പോലെ കിടക്കുന്നതായിരിക്കും, അതിനെയാണ് നമ്മൾ വേരിഫൈറ്റിക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇൻസ്റ്റാറ്റിക്ക് വരുന്നുണ്ട്, ഫാസ്റ്റ് മെസ്സേജ് സെൻഡ് വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നോക്കിയിട്ട് നിങ്ങൾ ഓണാക്കിയിട്ടാൽ മതി. എല്ലാം കൂടെ ഓണാക്കി ഇടുന്നു വേണ്ട, ഇത് ജസ്റ്റ് എല്ലാം ബട്ടൺസ് വെച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാം ഒന്നും ഓണാക്കേണ്ട കാര്യമൊന്നുമില്ല ഗൈസ്. അപ്പം ഇമേജ് സൈസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇമേജിക്ക് ഏതാണ് സൈസ് വരേണ്ടത് അത് ജസ്റ്റ് അങ്ങ് സെലക്ട് ചെയ്ത് വിട്ടേക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഗ്രൂപ്പ് ആൻഡ് ഓൺ ഓഫ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ, അത് യൂസ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുവാണ്, ഗ്രൂപ്പ് ആൻഡ് ബട്ടൺ ഇത് ആഡാക്കിയിട്ടുണ്ട്, അത് യൂസ് ചെയ്യേണ്ട. പിന്നെ ട്രാക്ക് വോയിസ് റെക്കോർഡ്, അൺവ്യൂ ചാറ്റ്, ടൈപ്പ് റെക്കോർഡിങ്, റിമൂവ് ക്യാരക്ടർ ലിമിറ്റ്, പഴയ ഐറ്റങ്ങൾ തന്നെയാണ്. പിന്നെ സ്റ്റാറ്റസ് വ്യൂവിൻ്റെ ഐറ്റങ്ങൾ, ഫേക്ക് സ്റ്റാറ്റസ് വ്യൂ ആഡാക്കിയിട്ടുണ്ട്, ഫേക്ക് കോൺടാക്റ്റിംഗ് ഉണ്ട്, ഫേക്ക് ചാറ്റ് ഒഫീഷ്യൽ ആഡാക്കിയിട്ടുണ്ട്, സെൻഡ് ഹൈഡ് മെസ്സേജ് ആഡാക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് വരുന്നത്. കുറേ ഐറ്റങ്ങൾ ഇവിടെ വരുന്നുണ്ട്, ജസ്റ്റ് നോക്കുക. സമയമില്ല, കാരണം ഇപ്പം തന്നെ നല്ല ലെങ്തി ആയിട്ടുണ്ട്, വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ജസ്റ്റ് എല്ലാ ഐറ്റങ്ങളും നോക്കുക. ഇനി ഞാൻ ജസ്റ്റ് ഓടിച്ചു വിട്ടില്ല, കാര്യങ്ങൾ നടക്കത്തില്ലെന്ന് പറയാം. ഇത് കൺവെൻഷനാണ്, അതിൻ്റെ അകത്ത് കുറേ ഐറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് വാട്സപ്പ് എടുത്തിട്ട് ഓടിച്ച് നോക്കിക്കോ, കാരണം പറയാൻ നിന്നാൽ ഞാൻ എൻ്റെ കാര്യം നടക്കത്തില്ലെന്ന് എനിക്കറിയാം. ജസ്റ്റ് ഇതാണ് വാട്സപ്പ്, അടിപൊളി ഒരു വാട്സപ്പാണ് വന്നിരിക്കുന്നത്. SKB എമൗണ്ട്സിൻ്റെ തന്നെ അടിപൊളി ഒരു വാട്സപ്പാണെന്ന് തന്നെ പറയാം. അപ്പം മച്ചന്മാർ ആദ്യം തന്നെ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൻ്റെ അത് ഞാൻ പിന്നെ ആദ്യം തന്നെ പറയുന്നു, ജസ്റ്റ് ഇത് ലിങ്ക് QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുന്നവരെ പിടിക്കുന്നില്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രോബ്ലം എന്ന് എഴുതി കാണിച്ച് ജസ്റ്റ് കമൻറ്റ് സ്പോട്ടിൽ തന്നെ ഇട്ടോണം. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം 500 ഫോളോവേഴ്സ് ഇത് നമ്മൾ 10 പേർക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് എൻ്റെ വാട്സപ്പിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഒരു 3 പേർക്ക് നമ്മളൊരു ഫേക്ക് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതും വേണ്ടവരൊന്ന് ഗിവ് അവേ ആണ്. ജസ്റ്റ് വേണ്ടവരൊക്കെ ഒന്ന് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കുക. അപ്പോൾ ഈ അടുത്ത അടിപൊളി വാട്സപ്പ് ഉടൻ തന്നെ നമ്മൾ ഇറക്കുന്നേക്കും. അതുവരെ എല്ലാ മച്ചന്മാർക്കും ബൈ.